എറണാകുളം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാനെത്തിയ വയോധികരെ പോലീസ് അധിക്ഷേപിച്ചു എന്ന സംഭവത്തിൽ ഇടപെട്ടു മുഖ്യമന്ത്രി. സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികളെ സർക്കാർ ചെലവിൽ ഹിൽ പാലസിൽ കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ശരിക്കും എന്താ പറ്റിയത്? എസ്കെൻ, കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരാണ്. എസ്കെൻ, ഒരു കാര്യം അതിനു മുമ്പ് പറയട്ടെ. നമ്മുടെ SKN 40യുമായി ബന്ധപ്പെട്ട് SKN കോട്ടയത്തെത്തിയപ്പോൾ അന്ന് തിരുനക്കരയിൽ വെച്ച് SKNനെ പൂ നൽകി സ്വീകരിച്ച അച്ഛനമ്മമാരാണ്. ഇവർക്കാണ് ആ ഒരു ദുരവസ്ഥ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഹിൽ പാലസിലെത്തി അവിടെ കാണാൻ വേണ്ടി കൊച്ചിയിൽ ഒരു വിനോദസഞ്ചാരത്തിനെത്തിയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ വാഹനത്തിലിരിക്കാൻ, അതായത് നടക്കാൻ വയ്യാത്തവർക്ക്, അകത്ത് കയറാൻ സാധിക്കാതിരുന്നവർക്ക് അവർ പുറത്ത് ബസ്സിലിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് സാധിക്കില്ല, അവർക്കും ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഇവരോട് മോശം രീതിയിൽ സംസാരിച്ചു, പെരുമാറുകയായിരുന്നു. എന്തായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാർ ഇടപെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഇവരെ സർക്കാർ ചെലവിൽ, സർക്കാരിൻ്റെ വാഹനം അയച്ച് ഇവരെ ഹിൽ പാലസിൽ എത്തിച്ച് അവർക്ക് ആ ഹിൽ പാലസ് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവരെ അറിയിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള നിഷ തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് കിട്ടിയത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കിട്ടിയത് നമ്മുടെ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെ സർക്കാർ ചെലവിൽ VIP പരിഗണനയിൽ ഹിൽ പാലസ് കാണിക്കാമെന്നാണ് നമുക്ക് വാക്ക് തന്നിരിക്കുന്നത്. 26-ാം തീയതിയാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു അനുഭവമായിരുന്നല്ലോ അവിടെ ചെന്നപ്പോൾ, അത്രത്തോളം മനസ്സ് വിഷമിച്ച ഒരു സംഭവമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കുറേ അച്ഛനമ്മമാർ ഈ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഈ പാലസ് നേരിട്ട് കാണാൻ ചെന്നിട്ട് വാതിക്കൽ നിന്ന് വിഷമത്തോടെ മടങ്ങേണ്ടി വരുന്നത് വലിയൊരു വേദനയായിരുന്നു. എന്നിരുന്നാലും ഇങ്ങനൊരു അവസരം വീണ്ടും അവർക്ക് അവിടെ പോയി കാണാനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു നിലപാട്, അല്ലെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായ പ്രശ്നമല്ല ഇത് മൊത്തത്തിൽ ഒരു ചീത്തപ്പേരായി, മോശപ്പേരായി മാറി? അതെ, അദ്ദേഹം ഒരു ശകലം മനസാക്ഷി വിചാരിക്കരുത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം കാര്യങ്ങൾ പറഞ്ഞതാണ്. സാർ, ഇങ്ങനെ ഒരു സ്നേഹക്കൂടം എന്നൊരു സ്ഥാപനത്തിൽ നിന്നാണ്, വയ്യാത്തവരാണ് വണ്ടിയിലിരിക്കുന്നത്, അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ഇറങ്ങുന്നവർക്ക് പാസ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നമുക്ക് സൗജന്യമൊന്നും വേണ്ട, ഇറങ്ങുന്നവർക്ക് പാസ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, വണ്ടിക്ക് പാർക്കിംഗ് ചാർജും എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് തുറന്നു വെച്ചിരിക്കുന്നത് സൗജന്യമായിട്ട് കാണിക്കാനല്ല എന്നുള്ള മോശം ഭാഷകളോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കൊണ്ടാണ് മൊത്തത്തിലൊരു ചീത്തപ്പേരായി മാറിയത്. എന്തായാലും സർക്കാർ നേരിട്ട്, മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവർക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി, അതായത് ഒരു VIP പരിഗണനയിൽ ആ ഹിൽ പാലസ് സന്ദർശിക്കാനും കാണാനുമുള്ള അവസരം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 26-ാം തീയതിയാണ് ഇവർക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയുള്ള ക്ഷണം ലഭിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു ടോബി. നമ്മുടെ ജനങ്ങളുടെ ദാസന്മാരാണ് ഉദ്യോഗസ്ഥന്മാരെന്ന് ഇനിയും കുറച്ച് ആൾക്കാരെ കൂടി നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ. അല്ലെങ്കിൽ ഈ ആൾ ഇത്രയും പ്രായമുള്ള വയോധികരായ ആളുകളിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുമോ? അതാണ് നമ്മുടെ സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.